ഇപ്പം ഈ പ്രധാനമായും പറയാനുള്ളത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു ഈ വരുന്ന 2026 ജനുവരി 24 4 മണിക്ക്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. തുറമുഖ വകുപ്പ് മന്ത്രി അധ്യക്ഷനാകും. മുഖ്യാതിഥിയായി കേന്ദ്രത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി ബഹുമാന്യനായ ശ്രീ സർബാനന്ദ സോനോവാൾ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ കേരളത്തിലെ മന്ത്രിമാർ, മിക്കവാറും മന്ത്രിമാരായ കെ രാജൻ, വി ശിവൻകുട്ടി, കെ എൻ ബാലഗോപാൽ, സജി ചെറിയാൻ, ജി ആർ അനിൽ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മേയർ അഡ്വക്കേറ്റ് വി വി രാജേഷ്, എം പിമാരായ ഡോക്ടർ ശശി തരൂർ, അഡ്വക്കേറ്റ് എ ആർ റഹീം, ഡോക്ടർ ജോൺ ബട്ടാസ്, അഡ്വക്കേറ്റ് അടൂർ പ്രകാശ്, എം എൽ എമാരായ അഡ്വക്കേറ്റ് എം വിൻസെന്റ്, വി ജോയ്, ഒ എസ് അംബിക, വി ശശി, ഡി കെ മുരളി, കടകംപള്ളി സുരേന്ദ്രൻ, അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത്, ജി സ്റ്റീഫൻ, സി കെ ഹരീന്ദ്രൻ, ഐ വി സതീഷ്, കെ ആൻസലൻ തുടങ്ങിയിട്ടുള്ളവരും, അതോടൊപ്പം തന്നെ നമ്മുടെ കരൺ അദാനി പ്രധാനമായും എം ഡി എന്ന നിലയിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഒപ്പം നമ്മുടെ ഉദ്യോഗസ്ഥ പ്രമുഖരായിട്ടുള്ള കൗശിക്, ദിവ്യ തുടങ്ങിയിട്ടുള്ള ആളുകളും, പ്രദീപ് ജയരാമൻ മിസിലിൻ്റെ ആളാണ്, അദാനിയുടെ ആളാണ്, അദ്ദേഹവും പങ്കെടുക്കും. പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കളക്ടർ തുടങ്ങിയിട്ടുള്ള കൗൺസിലർമാരെ പ്രദേശത്തുള്ളവരെ ഇവരെല്ലാം ക്ഷണിച്ചിട്ടുണ്ട്. അവരെല്ലാം പങ്കെടുക്കുന്ന ചടങ്ങായിരിക്കും നടക്കാൻ പോകുന്നത്. ഇതോടൊപ്പം തന്നെ പ്രധാനമായി സൂചിപ്പിക്കാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ആദ്യത്തെ കരാർ അനുസരിച്ച് 2045 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ എത്തുമായിരുന്നു. രണ്ടാമത് ഉണ്ടാക്കിയ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട കരാറാണ് നമുക്കത് 2028 പൂർത്തീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പം ഇപ്പോഴത്തെ തുടക്കം 2, 3, 4 ഘട്ടങ്ങൾ ഒരുമിച്ച് പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷത. അത് പൂർത്തീകരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യഘട്ടത്തിൽ ഏതാണ്ട് 2990 മീറ്ററായിരുന്നു നമ്മൾ പുലിമുട്ട് നിർമ്മിച്ചതെങ്കിൽ, അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടർ ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പം 4000 മീറ്റർ ബ്രേക്ക് വാട്ടർ നിർമ്മിക്കുന്നു. അതോടൊപ്പം തന്നെ 800 മീറ്റർ ബർത്ത് ഉണ്ടായിരുന്നത് 2000 മീറ്റർ ബർത്തായി നിർമ്മാണ പ്രവർത്തനം നടക്കുകയാണ്. അപ്പോൾ ഒരേ സമയത്ത് കൂടുതൽ കപ്പലുകൾക്ക് വന്ന് ബർത്ത് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആ നിർമ്മാണ പ്രവർത്തനം മാറിത്തീരുന്നു എന്നതാണ് ഏറ്റവും സവിശേഷമായ സാഹചര്യം. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ 1ാം ഘട്ടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം നമുക്കത് 2024 ഡിസംബർ 3 നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഞങ്ങളുടെ കയ്യിൽ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തന്നിരുന്നു. അപ്പോൾ ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ 10 ലക്ഷം കണ്ടെയ്നർ ലക്ഷ്യമിട്ടായിരുന്നു നമ്മുടെ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. എന്നാൽ ആദ്യത്തെ 1 വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക്, പ്രത്യേകിച്ചും നമ്മൾ 1 വർഷം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് 10 ലക്ഷം കണ്ടെയ്നർ നമുക്ക് ഓഗസ്റ്റിൽ തന്നെ കൈകാര്യം ചെയ്യാൻ കഴിയും. നമ്മൾ ഡിസംബർ എത്തിയപ്പോഴേക്ക് നമുക്ക് 13.5 ലക്ഷം കണ്ടെയ്നറായി. ഇപ്പോൾ ഇന്നലെ വരെയുള്ള കണക്കെടുക്കുമ്പോൾ 710 ഷിപ്പുകൾ വന്ന് 15.13 ലക്ഷം TEU കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ നേട്ടമാണ് നമുക്ക് വിഴിഞ്ഞത്ത് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ICP പദവി ലഭിക്കുകയുണ്ടായി. അത് കുറെ കൂടി നമുക്ക് വിപുലവും വിശാലവുമായ രൂപത്തിലേക്ക് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉറപ്പാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ലോകത്തെ ഏറ്റവും വലിയ കൂറ്റൻ കപ്പലുകളായിട്ടുള്ള MSCയുടെ ബെറോണയും MSCയുടെ ടർക്കിയും തുടങ്ങിയിട്ടുള്ള കപ്പലുകൾ ഇവിടെ വന്നിരിക്കുന്നു എന്നതാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇതൊരു പക്ഷേ കൊളംബോയിലോ ദുബായിലോ ഒന്നും ഇതുവരെ വന്നിട്ടില്ലാത്ത MSCയുടെ കൂറ്റൻ കപ്പലുകളാണ് നമുക്ക് വിഴിഞ്ഞത്ത് എത്തിച്ചേർന്നത് എന്നത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി എടുത്തു സൂചിപ്പിക്കുകയാണ്. ഏതാണ്ട് യൂറോപ്പ്, അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ തുടങ്ങിയ
വൻകരകളിലെ പ്രമുഖ തുറമുഖങ്ങളിലേക്ക് നമുക്ക് ഈ കാലഘട്ടത്തിൽ ചരക്ക് ഗതാഗതം സ്ഥാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായി എടുത്ത് സൂചിപ്പിക്കുകയാണ്. പിന്നീട് പുതിയ സൗകര്യങ്ങൾ വരാൻ പോകുന്നത് റെയിൽവേ യാർഡ്, മൾട്ടിപർപ്പസ് ബർത്ത്, ലിക്വിഡ് ടെർമിനൽ, ടാങ്ക് ഫോം. മാസ്റ്റർ പ്ലാൻ അനുസരിച്ച് നമുക്ക് ഏതാണ്ട് 9,700 കോടി രൂപയാണ് ഇതെല്ലാം ചേർത്ത് അടുത്ത ഘട്ടങ്ങളിലെ ചെലവ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രണ്ടാം ഘട്ടം ഇത് പൂർത്തിയാകുമ്പോഴേക്ക് നമുക്ക് റോഡ് മാർഗമുള്ളതും റെയിൽവേ മാർഗമുള്ളതുമായ ചരക്ക് ഗതാഗതം ഉറപ്പാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങളും നടന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി ഈ നിർമ്മാണ പ്രവർത്തന ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നമ്മളിപ്പോൾ പണിത് തീർത്തിട്ടുള്ള ഒരു അപ്രോച്ച് റോഡുണ്ട്, കരമാർഗമുള്ള ചരക്ക് നീക്കം. ആ അപ്രോച്ച് റോഡ് ഇതോടുകൂടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കും എത്തിച്ചേരുകയാണ് ആദ്യഘട്ടം. അതിനുശേഷം പിന്നീട് ഹൈവേയുമായി ബന്ധപ്പെടുന്ന ക്ലോവർ ലീഫ് ഉൾപ്പെടെ നമുക്കുണ്ടാവേണ്ടതുണ്ട്. ഒപ്പം 10.7 കിലോമീറ്റർ വരുന്ന റെയിൽവേ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതിൽ 9.2 കിലോമീറ്റർ നമുക്ക് തുരങ്കപാതയാണ്, ബാക്കി നമുക്ക് ഓപ്പണായി വരുന്നതുമാണ്. ഇങ്ങനെ അതിനുവേണ്ടിയുള്ള ഭൂമി ഏറ്റെടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഹൈവേയിലേക്കുള്ള ബന്ധത്തിൻ്റെയും ഭൂമി ഏറ്റെടുക്കൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനുവേണ്ടി സംസ്ഥാന ഗവൺമെൻറ് 1492 കോടി രൂപ മാറ്റിവെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ തന്നെ ആ കാര്യം കൃത്യമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി. പിന്നെ ഇനി നമുക്ക് ഇതിനധികമായി ഭൂമി വേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അതിന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു 55 ഹെക്ടർ ഭൂമി കടൽ നികത്തിയെടുക്കും ഈ രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായി വരുന്നത്. അപ്പോൾ ഭൂമിയൊന്നും നമുക്ക് വെളിയിൽ നിന്ന് എടുക്കേണ്ടി വരുന്നില്ല എന്നുള്ളതും ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ കണ്ടെയ്നർ യാർഡ് വികസിക്കുന്നതോടുകൂടി ഒരേ സമയം യാർഡിൽ സൂക്ഷിക്കാവുന്ന കണ്ടെയ്നറുകളുടെ എണ്ണം ഏതാണ്ട് 35,000-ൽ നിന്ന് 1,00,000 വരും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അതും നമുക്ക് ഏറ്റവും വലിയ രൂപത്തിൽ കിട്ടുന്ന ഒരു സൗകര്യമാണ്. അപ്പോൾ ആകെ ക്രെയിനുകളുടെ എണ്ണം 100 ആകും. ഇതിൽ 30 ഷിപ്പ് ടു ഷോർ ക്രെയിനുകളും 70 യാർഡ് ക്രെയിനുകളും ഉണ്ടാവും. 800 മീറ്റർ ബർത്ത് എന്നത് 2 കിലോമീറ്റർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ 4 മദർഷിപ്പിന് വിഴിഞ്ഞത്തടുപ്പിച്ച് ചരക്ക് ഗതാഗതം പൂർണ്ണമാക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന രൂപത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്തു തീർത്ത പ്രവർത്തനങ്ങൾ ഏറെ പ്രയോജനകരമായും അഭിമാനകരമായും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പൊതു പശ്ചാത്തലമാണ് ഇപ്പം നിലവിലുള്ളത്. ഇതിനോടനുബന്ധിച്ച് നമുക്ക് പുതിയ രൂപത്തിൽ 2025 ഡിസംബർ മാസത്തിൽ ഒരു മാസം തന്നെ 1.21 ലക്ഷം കണ്ടെയ്നർ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും ഒരു മാസത്തെ വർക്ക് ഏറ്റവും മുന്നോട്ട് വന്ന ഒരു ഘട്ടമാണ് എന്നെടുത്ത് സൂചിപ്പിക്കുകയാണ്. ഏതാണ്ട് ഗവൺമെന്റിന് ഈ കാര്യത്തിൽ 106 കോടി രൂപയുടെ ടാക്സ് എന്ന രൂപത്തിൽ വരുമാനവും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് സൂചിപ്പിക്കുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ അഭിമാന പ്രോജക്റ്റായിട്ടുള്ള വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം രണ്ടാം ഘട്ടം പൂർത്തീകരിക്കുന്നതോടെ 2, 3, 4 ഘട്ടം പൂർത്തീകരിക്കുന്നതോടെ നമ്മുടെ നാട് സാമ്പത്തികമായി, അതേപോലെ സാമൂഹികമായി, വ്യാവസായികമായി, കാർഷിക മേഖല, തൊഴിൽ മേഖല എല്ലാം പുരോഗതിയിലേക്ക് വരാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാകുന്ന ഈ ഘട്ടം എല്ലാവരുടെയും സഹായവും സാന്നിധ്യവും പങ്കാളിത്തവും മുമ്പെല്ലാം മീഡിയ നല്ല രൂപത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ചോളം വലിയ പിന്തുണ നൽകിയിരുന്നു. തുടർന്നും അത് ഉണ്ടാകണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്.